ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മോനൊരു ഷവർമ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മഞ്ഞളും മുളകും ഉപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആക്കി പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മയോണൈസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു കോഴിമുട്ട നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറുണ്ടല്ലോ, പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടിട്ട് രണ്ടല്ലി വെളുത്തുള്ളി, അതേപോലെ കുറച്ച് ഉപ്പും കുറച്ച് ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവരികയാണ്. അതിനുശേഷം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓയിൽ ഒഴിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ആക്കി കുറേശ്ശെ ആക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ട് വേണം പ്ലസ് ബട്ടണിലിട്ടിട്ട് വേണം അടിച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം ആക്കിയിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ്. ഒന്നും കൂടി ഫ്ലഫി ആവാനുണ്ട്. ഇനിയും ഓയിൽ ഒഴിച്ചെടുത്താൽ അത് നന്നായിട്ട് നല്ല പതഞ്ഞ് വന്നിട്ടുണ്ടാകും. പക്ഷേ ഞാൻ പിന്നെ അത്രയും ആക്കിയിട്ടില്ല, കുറേ ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്രയും ആക്കിയതാണ്. പിന്നെ ഞാൻ ചിക്കനൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോൺലെസ് ആയതുകൊണ്ട് തന്നെ അതെല്ലാം ചെറിയതായി കട്ട് ചെയ്തെടുത്തിട്ട് നന്നായി കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് പിന്നെ കാബേജും കുക്കുംബറും ക്യാരറ്റും വലിയ ഉള്ളിയാണ്. നിങ്ങൾക്ക് തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ തക്കാളിയൊക്കെ ഇടാം. ഞാനപ്പോൾ ഇതെല്ലാം കൂടിയാണ് ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കുബൂസ് ഞാൻ വാങ്ങിക്കുകയാണ് ചെയ്തത് ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത്. അപ്പോൾ കുബൂസ് വാങ്ങിയിട്ട് പിന്നെ ഒന്ന് അത് ചൂടാക്കി എടുത്തതിന് ശേഷമാണ് ആ ഫില്ലിങ്ങൊക്കെ നിറയ്ക്കുന്നത്. അപ്പം മോന് കഴിഞ്ഞ ദിവസം ടാങ്ക് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്നേരം അവന് പറഞ്ഞു, ഞാൻ നിനക്കൊരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കിനും വേഗം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴേക്കിനും ആളെത്തി. അപ്പോൾ ഇതിൻ്റെ മണം കേട്ടിട്ട് എന്താ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അടുക്കളയിലെത്തിയപ്പോൾ കുബൂസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു തരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ റിവാർഡ്സൊക്കെ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. ഒരു വലിയ പണിയല്ലേ മുകളിൽ കയറി ടാങ്കൊക്കെ വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവനത് ചെയ്ത് തന്നപ്പോൾ ഞാൻ അതിനൊരു ചെറിയ ഇത് കൊടുത്തതാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു 3-4 എണ്ണത്തിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിയിട്ട് കറിയൊക്കെ വെച്ചപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ബോൺലെസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കുറച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഈ കുബൂസിൻ്റെ അകത്ത് മുകളിൽ കുറച്ച് മയോണൈസ് ആക്കി പിന്നെ ഈ ഫില്ലിങ്ങും കൂടിയിട്ട് അതിൻ്റെ മുകളിലും കുറച്ച് മയോണൈസ് ഒഴിച്ചിട്ട് ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞെടുത്താണ്. ഈ ഷവർമ നല്ല ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇടയ്ക്ക് ചിക്കൻ വാങ്ങുമ്പോൾ ഞാൻ എന്താക്കും, കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാകുമ്പോൾ പിന്നെ ധൈര്യത്തിൽ കൊടുക്കാമല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ ഇന്ന് ഇത്രയൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ച് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.